ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നോക്ക്, നമ്മുടെ ആഫ്രിക്കൻ കുട്ടന്മാർ ഇല തിന്നുന്ന തിരക്കിലാണ് കേട്ടോ. രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇല, എല്ലാ ദിവസവും ഇല്ല, ഉള്ളപ്പം കൊടുക്കും. അത് തിന്നുന്നത് നമ്മുടെ 10 മണിയാണ്. കുറേ ഞാൻ വെട്ടിക്കളഞ്ഞു. പക്ഷേ പണ്ടേ എനിക്കറിയാം, പണ്ട് എനിക്കുണ്ടായിരുന്ന ലവ് ബേഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് 10 മണിയുടെ ഇല കഴിക്കാൻ. അപ്പോൾ ഇവിടെ കാടുകാട്ടി ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അതവർ എൻജോയ് ചെയ്യട്ടെ. നമ്മളിന്നൊരു കുട്ടി വിളവെടുപ്പ് പോലെ വരെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വെണ്ടയ്ക്ക് ഒന്നിടവിട്ട് എനിക്ക് വെണ്ടയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ ലേറ്റാവും. ഇതും ലേശം മുറ്റി തുടങ്ങി. ഓരോന്നും ഓരോ വെറൈറ്റീസാണ്. എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും ചോദിക്കരുത്. ഇത് വേറൊരു ടൈപ്പ് വെണ്ട. ചുമന്ന വെണ്ട ഉണ്ട്, അത് കായ്ച്ചു തുടങ്ങിയില്ല. അപ്പോൾ അവിടെ ഒരു 4-5 വെണ്ട നിപ്പുണ്ട്, അതും എടുക്കണം. അതേപോലെ തന്നെ ഇതിൽ നിൽപ്പുണ്ട്, ഇതും പറിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചീര ആക്ച്വലി ഒരു തവണ വിളവെടുത്തോളൂ. ഇത് ആക്ച്വലി ഇനി എടുക്കാതെ ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ്, നല്ല ഹൈറ്റായി. അപ്പം ഇവന്മാരെയും അങ്ങ് കട്ട് ചെയ്തെടുക്കണേക്കാളും ഞാൻ പിഴുതെടുക്കാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും കട്ടോ പിഴുതോ എന്തായാലും ചീരയും ഇന്ന് എടുക്കണം. അതേപോലെ നമ്മൾ വെണ്ടയ്ക്കയും ഇന്ന് വിളവെടുപ്പ് നടത്തും. ഒരു പിടി കൂടുതൽ ചീര കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പിടി ചീര തന്നെയാണ്. ഇതിലൊരു മയിൽപ്പീലി ചീരയും ഒരു പച്ചച്ചീരയും കൂടെ ഉണ്ട്. ഇത് മയിൽപ്പീലി ചീര എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ചീരയാണെന്നറിയാം. അതും എങ്ങനെയോ ഇതിൻ്റെ കൂടെ വന്ന് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ നമ്മുടെ വിളവെടുപ്പ് നടന്നു. പിന്നെ ഒരു 2-3 വെണ്ടയ്ക്കയും എനിക്ക് ഡെയിലി 2-3 വെണ്ടയ്ക്ക വീതം കിട്ടുന്നുണ്ട്. അപ്പോൾ അതും സന്തോഷം. അങ്ങനെ നമ്മുടെ അധ്വാനം രാവിലെ തന്നെ വന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൊക്കെ വന്ന് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ പറിച്ച് അത് കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമാണ്. ഇത്രയാക്കി എടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അത് സക്സസ് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നട്ടതൊന്നും വേസ്റ്റ് ആയില്ല, എല്ലാം കാ പിടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കുഞ്ഞു സന്തോഷത്തോടെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഒരു കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ കുട്ടി ഏവേരിയെ സപ്പോർട്ട് ചെയ്യുക. ബൈ.